ഹലോ ഫ്രണ്ട്സ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ നോട്ടിഫിക്കേഷൻ നവംബർ 1 പബ്ലിഷ് ചെയ്യുകയുണ്ടായി. സോ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഉള്ള ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് സിലബസാണ്. നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സിലബസിനെ നന്നായി പരിചയപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അതും ഇതും വെറുതെ വാരി വലിച്ച് പഠിച്ച് സമയം കളയുന്നതിനേക്കാൾ സിലബസ് കൃത്യമായി മനസ്സിലാക്കി അതിലുള്ളത് മാത്രം കവർ ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സമയം വെറുതെ വേസ്റ്റാകും. സോ സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. സോ ഇതിൽ തന്നെ പ്രിലിമിനറി എക്സാമിന് 2 പേപ്പറാണുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1ൽ ജനറൽ സ്റ്റഡീസും പിന്നെ മെൻ്റൽ എബിലിറ്റി എല്ലാം വരുന്നുണ്ട്. പേപ്പർ 2ൽ എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങളും പിന്നെ 50 മാർക്കിന് പിന്നെ 30 മാർക്കിന് ഭാഷ, മലയാളം, തമിഴ് ഓർ കന്നഡ, 20 മാർക്കിന് ഇംഗ്ലീഷും ഇങ്ങനെയാണ് വരുന്നത്. സോ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. പേപ്പർ 1ലെ ഫസ്റ്റ് പാർട്ട് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഹിസ്റ്ററിയും ഉണ്ട്. സോ പാർട്ട് എ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഹിസ്റ്ററിയാണ്. ഇതിൽ ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പീരിയഡ്, ഇന്ത്യയുടെ ആൻഷ്യൻറ്റും മിഡീവൽ പീരിയഡിലെ ഹിസ്റ്ററിയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ്മാർക്സ് ഓഫ് ആൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ. Then art, culture, literature and architecture. Then major dynasties, their administrative system, social, religious and economic conditions, prominent movements. സോ ഇതിൽ തന്നെ അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പീരീഡിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. ആൻഡ് മിഡീവൽ പീരീഡിലൊക്കെ നമുക്കറിയാം ഒരുപാട് റൂളേഴ്സൊക്കെ ഉണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ഡൈനാസ്റ്റീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ആൻഷ്യൻ്റിലെ ആർട്ട് ആൻഡ് കൾച്ചറും ആണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിൽ തന്നെ മോഡേൺ പീരീഡിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രം 18th century അപ് ടു പ്രസൻറ്റ്. സോ അതിലെ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ് ആൻഡ് ഇഷ്യൂസ്. ദെൻ ഇന്ത്യയുടെ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, social and religious reform movements in the 19th and 20th century. Then India after independence, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയുടെ ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആൻഡ് ഹെർ നൈബേഴ്സ്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളതും ഈ ഒരു മോഡേൺ പീരിയഡിലാണ് വരുന്നത്. ദെൻ അതിൽ തന്നെ മൂന്നാമത്തെയാണ് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ആൻഷ്യൻ കേരള ഹിസ്റ്ററി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. 18th century മുതലുള്ള കേരള ഹിസ്റ്ററി മാത്രമാണ് പ്രിലിംസിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രീ ഇൻഡിപെൻഡൻറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്. ദെൻ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് 1956. അതിനുശേഷം അതിനോടനുബന്ധിച്ചുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെൻറ്റ്സ്, ഗവൺമെൻറ്, ദെൻ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ്. ഇതാണ് കേരള ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് നോക്കേണ്ടത്. ദെൻ എ പാർട്ട് നമ്മൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഹിസ്റ്ററി പറഞ്ഞിരുന്നെങ്കിൽ ബി പാർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ആണ്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡും മിഡ് 18th century നിന്ന് മതി. അതായത് വേൾഡിൽ നവോത്ഥാനം സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടമാണ് ഈ മിഡ് 18th century. ആ ഒരു കാലഘട്ടം മുതലുള്ള ഹിസ്റ്ററി മാത്രമേ നോക്കേണ്ടതുള്ളൂ. അതിലാണ് അതിൻ്റെ കീഴിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വേൾഡ് വാർ, ദെൻ റിഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, കോളനൈസേഷൻ ആൻഡ് ഡീകോളനൈസേഷൻ, കൊളോണിയലൈസേഷൻ ആൻഡ് ഡീകൊളോണിയലൈസേഷൻ. ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ ശക്തമായിട്ട് വരുന്നത്. ദെൻ ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണലിസം, ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം, അതിലൂടെ ഫോംസ്, എഫക്ട്സ് ഇൻ സൊസൈറ്റി. ഇതെല്ലാം വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നതാണ്. ദെൻ തേർഡ് പാർട്ടിൽ വരുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.
അതിൽ ഫസ്റ്റ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, ദെൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി. കേരളത്തിൻ്റെ യുണീക്കായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. അതിൽ തന്നെ കേരളത്തിൻ്റെ ട്രൈബൽ കൾച്ചർ, പിൽഗ്രിമേജ്, പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ, നമ്മുടെ നാടോടി സംസ്കാരം അല്ലെങ്കിൽ ഫോക്ക് കൾച്ചർ, ഇവിടുത്തെ സിനിമ, തിയേറ്റർ, ഇതിനെക്കുറിച്ചെല്ലാം ഒരു അവബോധം ഉണ്ടായിരിക്കണം. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹിസ്റ്ററി ആൻഡ് റെവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. മലയാള ഭാഷയുടെ ചരിത്രവും പഠിക്കേണ്ടതുണ്ട്. ദെൻ ഫോർത്ത് പാർട്ടിൽ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. പ്രധാനമായിട്ടും ഇന്ത്യൻ പൊളിറ്റി, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നാലാമത്തെ ഭാഗത്ത് വരുന്നത്. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സും, ദെൻ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, പവർ ആൻഡ് പ്രിവിലേജസ്, then issues and challenges pertaining to federal structure, devolution of power and finances up to local levels and challenges, then കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ഏതൊക്കെയാണെന്നും അവരുടെ പവർ, ഫങ്ഷനുകൾ, റെസ്പോൺസിബിലിറ്റി, ദെൻ പഞ്ചായത്തി രാജ്, പബ്ലിക് പോളിസി, ഗവേണൻസ്, ഇമ്പാക്റ്റ് ഓഫ് ലോക്കൽ LPG on governance, then statutory, regulatory and quasi-judicial bodies. ഇതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം ഓരോ പാർട്ടായിട്ട് വരുന്നതിൻ്റെ ഭാഗമാണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ ഫോർത്ത് പാർട്ട് ലക്ഷ്യം വെക്കുന്നത്. അതിൽ തന്നെ റൈറ്റ് ഇഷ്യൂസ്, ഇന്ത്യസ് ഫോറിൻ പോളിസി ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ജുഡീഷ്യറി ഇൻ ഇന്ത്യ, ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ദെൻ ലാസ്റ്റ്ലി പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ഭാഗവും അതിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഭാഗത്ത് വരുന്നത്. ദെൻ ഫിഫ്ത്ത് പാർട്ടിലാണ് റീസണിങ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്. നമുക്കറിയാം നമ്മുടെ സിവിൽ സർവീസ് പോലുള്ള എക്സാമിന് ആദ്യമൊക്കെ ഈ ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതായിരുന്നെങ്കിലും പിന്നീട് ഇതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാക്കി. അവർ സിസാറ്റിൻ്റെ സെക്കൻഡ് പേപ്പറിൽ ആദ്യം ഇതിൻ്റെ സ്കോർ മറ്റതിൻ്റെ കൂടെ തന്നെ പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാക്കി. ഇപ്പോൾ ഈ പേപ്പറിൽ തന്നെയും ഇത് വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ 100 ജനറൽ ഫസ്റ്റ് പേപ്പറിൽ 100 ചോദ്യങ്ങളാണുള്ളത്, അതിന് 90 മിനിറ്റാണ് ഉള്ളത്. സോ ഈ പാർട്ടുകളുടെ എല്ലാം കൂടെ ഒരു ചെറിയ പോർഷനായിട്ട് മാത്രമേ ഈ ഒരു റീസണിങ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക് വരുന്നുള്ളൂ. അതായത് ഇതിനായിട്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. സോ ഇതിൽ വരുന്നത് ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, നമ്പർ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, problems related to relations, shapes and their subsections, Venn diagram, problems based on clock, calendar and age, simple arithmetic. ഒരു സാധാരണ PSC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അത്രയും പോലും ഇത് വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാവും. ദെൻ ഇതിൻ്റെ 6th പാർട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജിയോഗ്രഫി വരുന്നത്. ജിയോഗ്രഫിയുടെ ഫിസിക്കൽ ജിയോഗ്രഫിയിൽ ജനറൽ ജിയോഗ്രഫി, അതിൽ വരുന്ന കാര്യങ്ങൾ സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് ടൈം, സീസൺസ്, ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്, മേജർ ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്, അറ്റ്മോസ്ഫിയർ, അതിൻ്റെ സ്ട്രക്ചറും കോമ്പോസിഷനും, ദെൻ ക്ലൈമറ്റിൻ്റെ എലമെൻറ്റ്സ് ആൻഡ് ഫാക്ടേഴ്സ്, atmospheric disturbance, physical and chemical and biological characteristics of oceans, then hydrological disasters, marine and continental resources. ഇതെല്ലാം നമുക്കറിയാം ഒരു 11th NCERT ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. കുറച്ചും കൂടി സിമ്പിളായിട്ട് 6th മുതലുള്ള NCERTയിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. സോ ആ ഒരു ബുക്ക് മാത്രം മതിയാവും ഈ വിഷയങ്ങളൊക്കെ റെഫർ ചെയ്യാൻ. ദെൻ ഇതിൻ്റെ തന്നെ ഒരു ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജിയോഗ്രഫി ഓഫ് വേൾഡ്, ഇന്ത്യ ആൻഡ് കേരള. സോ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും
ലോകത്തിൻ്റെ തന്നെയും ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ദെൻ ജിയോ ഫിസിക്കൽ ഫിനോമിന ലൈക്ക് എർത്ത് ക്യൂക്ക്, സുനാമി, വോൾക്കാനോ, സൈക്ലോൺ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, ഇതെല്ലാം നമ്മൾ ജനറൽ ജിയോഗ്രഫി പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഈ ഫിനോമിനകളെല്ലാം കവർ ചെയ്യുന്നതാണ്. ദെൻ അതാണ് ഇപ്പോൾ ഈ 6 കാറ്റഗറിയാണ് പേപ്പർ 1-ലുള്ളത്. അതാണ് ആദ്യത്തെ പേപ്പർ. അതിന് 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകളാണ്, 90 മിനിറ്റാണ് ഉള്ളത്. രണ്ടാമത്തെ പേപ്പറിലുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് നമുക്കിനി നോക്കാം. അത് ജനറൽ സ്റ്റഡീസ് 2 ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് എക്കോണമി ആൻഡ് പ്ലാനിങ് എന്നുള്ള സെക്ഷനാണ്. അതിൻ്റെ കീഴിൽ വരുന്നത് ഫസ്റ്റ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ എവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ എക്കോണമി, അതിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും ഇപ്പോൾ അതിന് റീപ്ലേസ് ചെയ്തു വന്ന നീതി ആയോഗുമെല്ലാമാണിത്. സോ ഇന്ത്യൻ എക്കോണമി ഇൻ പോസ്റ്റ് റീഫോം പീരിയഡ്, ന്യൂ എക്കണോമിക് റീഫോംസ്, നമ്മുടെ നീതി ആയോഗ്, നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം, ദെൻ ഇലക്ട്രൽ കോമ്പോസിഷൻ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി, നമ്മുടെ സെക്ടറുകളുടെ ഓരോന്നിൻ്റെയും പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടറിൻ്റെ ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ. ദെൻ ഡെവലപ്മെൻറ്റ് അണ്ടർ ഡിഫറെൻറ്റ് പോളിസി റിഗീം ലൈക്ക് 5-year പ്ലാൻസ്, നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ള വിശദമായ പഠനം, ഓരോന്നിൻ്റെയും ഗോളുകളും അതിനുണ്ടായ തടസ്സങ്ങളും അതിലെന്തൊക്കെ അച്ചീവ് ചെയ്തു, ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസി ഫ്രെയിംവർക്ക്. ദെൻ അഗ്രികൾച്ചർ സ്ട്രക്ചർ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ. അതിൽ ലാൻഡ് റിഫോംസ്, ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് കൺട്രി, നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് കാർഷിക വിളകൾ, ഓരോ സ്ഥലത്തും എന്തൊക്കെ കാർഷിക വിളകളാണ് കൃഷി ചെയ്യുന്നത്, എന്തുകൊണ്ട് അത് അവിടെ കൃഷി ചെയ്യുന്നു, അതിനനുയോജ്യമായ ഘടകങ്ങൾ എന്താണ്. ഇത് നമ്മൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ചില പാർട്ടുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകും. സോ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ദെൻ ഇറിഗേഷൻ, പ്രൈസിംഗ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്, അഗ്രികൾച്ചറൽ ഫിനാൻസ്, പോളിസി ആൻഡ് മാർക്കറ്റിംഗ്, ഇഷ്യൂസ് ഇൻ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഗ്രീൻ റെവല്യൂഷൻ, then policies for sustainable agriculture and organic farming. അടുത്തതാണ് ഒരു സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ. ദെൻ ഇൻഡസ്ട്രിയൽഡ് പോളിസി, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആൻഡ് their performance, growth and pattern of industrialization, small scale sector, പ്രൊഡക്ടിവിറ്റി, ഓരോ സെക്ടറിലുമുള്ള പ്രൊഡക്ടിവിറ്റി, ദെൻ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കോമ്പറ്റീഷൻ പോളിസി, ഇ കൊമേഴ്സ്, ഇഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദി എക്കോണമി. ഇതിൽ ഫോർത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി. അതായത് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, അതെങ്ങനെയാണ്. ദെൻ എനർജി ആൻഡ് പവർ, സയൻസ് ആൻഡ് ടെക്നോളജി, റൂറൽ ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, പോർട്സ്, റോഡ്സ്, എയർപോർട്ട്സ്, റെയിൽവേ, ടെലികമ്മ്യൂണിക്കേഷൻ, ഡാംസ്, ഇൻലാൻഡ് വാട്ടർവേസ്, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇതൊക്കെ ഏകദേശം നമ്മുടെ സിവിൽ സർവീസിൻ്റെ സിലബസുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിലാണ് ഈ എക്കോണമിയിലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ദെൻ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഓവർ ടൈം, നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനെ കുറിച്ചുള്ള സ്റ്റഡി നമ്മുടെ ഹ്യൂമൻ ജിയോഗ്രഫിയിൽ വരുന്ന കാര്യമാണ്. ഗ്രോത്ത് റേറ്റ്, ജെൻഡർ, റൂറൽ അർബൻ മൈഗ്രേഷൻ, ദെൻ ലിറ്ററസി, നമ്മുടെ റീജിയണൽ സ്ട്രക്ചർ ആൻഡ് ട്രെൻഡ്സ് ഓഫ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി, നമ്മുടെ പോവർട്ടിയെക്കുറിച്ച്, അൺഎംപ്ലോയ്മെൻറ്റുകളെ കുറിച്ച്, ദെൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ വികസനത്തിൻ്റെ സൂചികകൾ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, നമ്മുടെ പ്രധാനപ്പെട്ട ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. സോ ഈ ഇൻഡെക്സുകളെല്ലാം ഓരോ സ്പെഷ്യൽ ഓർഗനൈസേഷനുകളാണ് പുറത്തിറക്കുന്നത്. അതിൽ നമ്മൾ കറണ്ട് ട്രെൻഡുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ
ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ്, ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചും ഇതിൽ ഓരോ വർഷവും നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പഠിക്കാൻ ഏറ്റവും എളുപ്പം ഇന്ത്യ ഇയർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ വർഷം ഇറങ്ങുന്ന ഒരു കാര്യമുണ്ട്. സോ ഈ പ്രിലിംസ് ഇപ്പോൾ ഈ വർഷം ഫെബ്രുവരിയിലാണ് വരുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം, ഫെബ്രുവരിയിലാണ് സാധാരണ നമ്മുടെ ബഡ്ജറ്റൊക്കെ പോപ്പപ്പ് ചെയ്യാറുള്ളത്. സോ ഈ പ്രിലിംസിന് ആ വർഷത്തെ ബഡ്ജറ്റുകൾ നമ്മൾക്ക് വരാൻ സാധ്യതയില്ല. സോ കഴിഞ്ഞ വർഷത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യ ഇയർ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു ഇയർ ബുക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഈ ഇന്ത്യ ഇയർ ബുക്കിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അതിലാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെഫിസിറ്റ് ആൻഡ് സബ്സിഡീസ് ഇൻ ഇന്ത്യൻ എക്കോണമി, ദെൻ ഇന്ത്യയുടെ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ എങ്ങനെയാണ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന് നമ്മൾ സ്പെഷ്യലി പഠിക്കണം, റീസെൻറ്റ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ്. ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെൻറ് രണ്ടാമത് വന്നതിന് ശേഷം ഇങ്ങനെ ഇതിലെല്ലാം വളരെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അവെയർ ആയിരിക്കണം. ബാങ്കിങ്ങിനെ കുറിച്ച്, ദെൻ GST കൺസെപ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻ, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ്, ഇതെല്ലാം ഈ എക്കണോമിയിൽ വരുന്ന ഭാഗങ്ങളാണ്. ദെൻ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിലുള്ള ട്രെൻഡും കോമ്പോസിഷനും, ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് BOP, ഇതെല്ലാം എക്കണോമിക്സിലെ ഒരു ടേമുകളാണ്. അത് വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇൻ പോസ്റ്റ് റിഫോംസ് പീരിയഡ്, ദെൻ അതിനുശേഷം കേരളത്തിൻ്റെ എക്കോണമി വേറെ പഠിക്കണം, അതിൻ്റെ ഓവർവ്യൂ, പിന്നെ നമ്മുടെ പോപ്പുലേഷൻ, മേജർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ ഇഷ്യൂസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ്, മേജർ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്, നമ്മുടെ ഒരുപാട് ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള പ്രൊജക്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് സ്പെഷ്യലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, സ്കീമുകൾ, ദെൻ കോപ്പറേറ്റീവ് സെക്ടർ, കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കോപ്പറേറ്റീവ് സെക്ടർ. ഹിസ്റ്ററി ആൻഡ് റെലവൻറ്റ് പോളിസീസ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എങ്ങനെയായിരുന്നു, പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട IT സെക്ടർ, പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ്, ഇവയിലുള്ളൊക്കെ ട്രെൻഡ്, റീസെൻറ്റ് ട്രെൻഡാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇത് നമ്മൾ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ മെയിൻസിനും കൂടെയാണ് ഈ പ്രിപ്പറേഷനൊക്കെ വരുന്നത്. പ്രിലിംസിൻ്റെ സിലബസാണ് ഇത് വരുന്നതെങ്കിലും മെയിൻസിനോട് വളരെ അടുത്ത്, കാരണം കേരളത്തിൻ്റെ എക്കോണമിയൊക്കെ വരുന്നത് അത് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും. ദെൻ ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. എന്തായിരുന്നു കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രത്യേകതകളെന്ന്? അതിലെ ലാൻഡ് റിഫോംസ്, സോഷ്യൽ സെക്യൂരിറ്റി, ഡിവൊല്യൂഷൻ ഓഫ് പവർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഹൗസിങ്, ടൂറിസം, വുമൺ എംപവർമെൻറ്റ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 2 വർഷം തുടർച്ചയായിട്ട് ഫ്ലഡൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈവൻ ഇപ്പോൾ പ്രിലിംസിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയതല്ലെങ്കിലും മെയിൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് കേരള പ്ലാനിംഗ് ബോർഡ്, അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഒരുപാട് കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 സ്റ്റേറ്റാണ് നമ്മുടെ കേരളം, നമുക്കറിയാം. സോ അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, പോളിസീസ്, പ്രോഗ്രാംസ്, ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഇമ്പാക്ട്സ്. ദെൻ അപ്പോൾ നമുക്കൊരു ഈ സെക്കൻഡ് പേപ്പറിൽ ഫസ്റ്റ് സെക്ഷനിൽ എക്കോണമിയിൽ ഇത്രയധികം സെക്ഷനുകളെല്ലാം അതിൻ്റെ കീഴിലാണ് വരുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു മേജർ പാർട്ട് വരുന്നത്. പിന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മറ്റു PSC എക്സാമുകൾക്ക് പോലെയുള്ള അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇതിൽ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നാഷണൽ പോളിസീസ്, അതിലെ ഇന്നൊവേഷൻസ്, പിന്നെ നമ്മുടെ എവരിഡേ സയൻസ്. അതിൽ എവരിഡേ സയൻസിൽ കൃത്യമായിട്ട് ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഈ സെക്ടറുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. സോ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ദെൻ ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്, പ്രധാനപ്പെട്ട ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ. ഇത്രയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ
അത് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ വരുന്നത്. നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് ICT, പിന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ്, ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്, ഗവേണൻസിൽ എങ്ങനെയാണ് ICT നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ, ഗവേണൻസ്. കേരളം നമുക്കറിയാം ഡിജിറ്റൽ ഇന്ത്യയിൽ തന്നെ നല്ല ഡിജിറ്റലി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒന്നാണ്. നമ്മൾ കംപ്ലീറ്റ്ലി പേപ്പർലെസ് ഗവേണൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ, സർവീസ്, ദെൻ സൈബർ സെക്യൂരിറ്റി കൺസേൺസ്, നാഷണൽ സൈബർ ക്രൈം പോളിസി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മോഡേൺ കാര്യങ്ങൾ. സോ ഇത്രയും ഒരു കാര്യങ്ങൾ മാത്രമേ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നോക്കേണ്ടതുള്ളൂ. അതിന് ശേഷമാണ് പിന്നെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ISRO ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ISRO നടത്തിയിട്ടുള്ള വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ്, DRDOയുടെ വിഷനും മിഷനും ആക്ടിവിറ്റീസും, ISRO DRDO ഈ 2 ഓർഗനൈസേഷനുകളുടെ. ദെൻ ഇന്ത്യയുടെ ജനറൽ ആയിട്ടുള്ള എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, അതിൻ്റെ നീഡ്, അതിലുള്ള ഡെഫിസിറ്റ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എനർജി റിസോഴ്സുകൾ ഏതൊക്കെയാണ്, ഇന്ത്യക്ക് വേറെ ഏതൊക്കെ കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൽ ഓരോന്നിലും ഏത് സംസ്ഥാനമാണ് മികച്ചു നിൽക്കുന്നത്, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ എനർജി പോളിസി എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് പ്രോഗ്രാമുകൾ എന്താണ്, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂക്ലിയർ പോളിസിയാണ് ഉള്ളത്. സോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് എൻവയോൺമെൻറ്റൽ സയൻസ്. എൻവയോൺമെൻറ്റൽ സയൻസിലെ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലോസ് ഉണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്, ഒരുപാട് ട്രീറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലും. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ SDG പോലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ പോലുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ എൻവയോൺമെൻറ്റിൽ ജനറലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ്, ദെൻ ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രീറ്റീസിനോട് ഇന്ത്യ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്, പിന്നെ വെസ്റ്റേൺ ഘട്ട്, അതിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും, ഇവിടുത്തെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ദെൻ environmental hazards, pollution, carbon emission, global warming, national action plans on climate change and disaster management, പിന്നെ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി പോലുള്ള സയൻസിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കും. ഇതിൽ മൂന്നാമത്തെ പാർട്ടിലായിട്ട് വരുന്നതാണ് കറണ്ട് ഇവൻറ്റ്സ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ്. സോ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് മെൻഷൻ ചെയ്യുന്നില്ല, സെക്കൻഡ് പാർട്ടിൽ മൂന്നാമത്തെ സെക്ഷനിലാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. സോ ഈ മൂന്നും ABC എന്നുള്ള 3 പാർട്ടും കൂടി ടോട്ടൽ 50 ചോദ്യങ്ങളാണ് ഉള്ളത്. ഇതിന് ശേഷം ബാക്കിയുള്ള 50 ചോദ്യങ്ങൾ ഭാഷയിൽ നിന്നാണ്. ഒന്നുകിൽ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യം, പിന്നെ 30 മാർക്കിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ 3 ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ മലയാളം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡ. സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. സോ ഇംഗ്ലീഷിനുള്ള 20 ചോദ്യങ്ങൾ. അതിന് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ടെൻസസ്, സിനോണിമസ്, ഫ്രേസൽ വെർബ്സ്, അനോണിമസ്, ഇറർ കറക്ഷൻ, adjectives, adverbs, reported speech, active voice, passive voice, auxiliary verb, question tag, degrees of comparison, punctuation, phrases, simple, compound and complex sentences, connectives, prepositional verbs, prepositions, concord, pronouns, 9 ടൈപ്പിലാണ് ആ പ്രൊനൗൺസ്. ദെൻ വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ. സോ കൃത്യമായിട്ട് ഇങ്ങനെ ഇതിനോട് ബേസ് ചെയ്തിട്ട് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാവും. പിന്നീട് മലയാളത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിലും അതിൻ്റെ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, പിന്നെ ശൈലികളും പഴഞ്ചൊല്ലുകളും, സമാന പദം, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, പിന്നെ വചനം,
ഘടകപദം അതായത് വാക്യം ചേർത്തെഴുതുക, ഭരണഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ഖണ്ഡിക നൽകി അതിനെ ആധാരമാക്കി ചോദ്യങ്ങൾ, അതായത് മലയാളത്തിൽ നമുക്കൊരു ഖണ്ഡിക തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും, പിന്നെ ഔദ്യോഗിക ഭാഷാ പദാവലി, വിപുലനം, സംഗ്രഹം. സോ ഇത്രയാണ് മലയാളത്തിൽ നിന്ന്. സോ ഈ ഒരു കാര്യത്തിൽ 30 മാർക്കാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മലയാളത്തിന് നല്ല പ്രാധാന്യം നൽകേണ്ടതുണ്ട്. പിന്നെ ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് പ്രിലിംസിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം ഇംഗ്ലീഷിലാണ്. ഇത് മലയാളത്തിലാക്കണമോ എന്നതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ചിലപ്പോൾ എക്സാം സമയം ആകുമ്പോഴേക്കും അത് മാറിയേക്കാം. സോ എന്തായാലും മലയാളത്തിലെ ഇതിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കുക. 30 മാർക്കാണ്, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ. ഇതാണ് പ്രിലിംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. ഈ സിലബസ് ഒരു 2 ആവർത്തി വായിച്ചിട്ട് അതിലെ ഘടകങ്ങൾ ഹൃദിസ്ഥമാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കടക്കുക. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ വളരെ മീൻസ് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. വെറുതെ അനാവശ്യ കാര്യങ്ങൾ പഠിച്ചിട്ട് സമയം വേസ്റ്റ് ആവില്ല. സോ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.